നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ യൂട്യൂബ് ജേണിയിൽ തന്നെ നമ്മൾ ലൈവ് ചെയ്യുന്നവർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് കൂടെ വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നമ്മുടെ കൂടെ സത്യസന്ധരായിട്ട് നിന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നമുക്ക് പ്രഷർ ഉണ്ടാക്കുന്ന കുറേ പേരുണ്ട്. അത് ഇനിയും കണ്ടുപിടിക്കാനുണ്ടാവും, ഇനിയും കൂടെ നിൽക്കുന്നു ഉണ്ടാകും. അതുപോലെ തന്നെ അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും കോൺടാക്റ്റ് ആരുമായിട്ട് ഇല്ലാത്തത്തോളം കാലം അത്രയും സേഫ് എന്ന് വിചാരിക്കുന്നു. എന്നാലും പാരകൾ വരാൻ സാധ്യതയുണ്ട്. ഇനി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്താണ് ലൈവ് കൂടുതലായി കഴിയുമ്പോഴത്തേക്കും കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിട്ട് ലൈവ് വെക്കും. മനസ്സിലായോ? കണ്ടൻറ്റ് ഞാൻ ആക്കിക്കോളാം, ബാക്കി കണ്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന നമ്മുടെ ഈ ഒരു ലിസ്റ്റിലേക്ക് മൂന്നാമത്തെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കൊക്കെ അറിയാവുന്ന ഒരാൾ. അത് ഞാൻ പറയാം. അതെന്ന് പറഞ്ഞാൽ എൻ്റെ റെഡ് ലിസ്റ്റിലുള്ള കൂടെ നിന്ന് ചതിച്ചവരുടെ ആ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ അനിതയാണ്. അവൾ എനിക്ക് നഷ്ടങ്ങളും ഉണ്ടാക്കി കുറച്ച്. ഓക്കെ. പിന്നെ രണ്ടാമത്തത് അഭിലാഷ്. മൂന്നാമത്തത് ട്രോളൻ മലയാളം എന്ന് പറയുന്ന മുഹമ്മദ് ജംഷീർ എന്ന് അവൻ പേര് നമ്മളോട് പറഞ്ഞ, അവൻ്റെ പേര് അതാണെന്ന് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കൂടെ നിന്ന് ചതിച്ചവരുടെ ലിസ്റ്റിലേക്ക് ട്രോളൻ മലയാളവും കൂടി വന്നിരിക്കുകയാണ്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ്റെ ചില നാടകങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത്രയും നാളത്തെ യൂട്യൂബ് ജേണിയുടെ ഇതനുസരിച്ച് അറിയാം. എൻ്റെ ലൈവിൽ വരുന്ന എത്ര ക്ലോസ് ആയിട്ടുള്ളവരാണെങ്കിലും ഞാൻ നിങ്ങളുടെ ലൈവിൽ വരുന്നുണ്ടായിരിക്കാം, കമൻ്റ് ഇടുന്നുണ്ടായിരിക്കാം, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, വീഡിയോ കാണുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിൽ അഭിപ്രായം പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഒരുപാട് പ്രത്യേകിച്ച് വിവാഹം പോലുള്ള കാര്യങ്ങൾ. അതിൻ്റെ കാര്യമില്ല. കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ്. എന്നെ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളെ ഞാനും കണ്ടിട്ടില്ല. നിങ്ങൾ ആരാണെന്നോ, നിങ്ങൾക്ക് എത്ര ഏജ് ഉണ്ടെന്നോ, ഇപ്പോൾ ഈ ട്രോളൻ മലയാളം എന്ന് പറയുന്നവൻ ആരാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്തിനവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം? ഓരോരോ അലിഗേഷൻസ് ഓരോരുത്തർ വന്ന് എന്നോട് പറയും, അവനോട് തന്നെ പറയും, അവൻ്റെ ലൈവിൽ തന്നെ ഓരോ പെണ്ണുങ്ങൾ വന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ അലിഗേഷൻസിനെ പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അവനാണ്. അല്ലെങ്കിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കണം. ഇന്നതുപോലെയുള്ള ആരോപണങ്ങളുണ്ട്. അല്ലാതെ ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ സ്വന്തം അനിയനൊന്നുമല്ല. ഓരോരോ കാര്യങ്ങൾ ആവശ്യമുള്ളവർ കണ്ടുപിടിച്ച് അത് എന്നോട് പറയുമ്പോൾ ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന് നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞാനാണോ നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിച്ചത്? നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് ട്രോളൻ. അപ്പം നിൻ്റെ കർമ്മം, നീ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് നീ മരിക്കുന്നിടം വരെ അതിൻ്റെ കർമ്മങ്ങൾ ഒരു പടിപടിയായിട്ട് നിനക്ക് തന്നെ അതിൻ്റെ തിരിച്ചടികളുണ്ടാകും. ഒരു ഭാഗത്ത് നീ അത് തേച്ച് മാച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് അത് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാകും. അവനെതിരെ ഓരോ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നിട്ട് അവൻ എന്നെ പ്രാകാൻ നടക്കുന്നു. എനിക്ക് ശാപം കിട്ടാതെ നോക്കിക്കോന്ന്. അത് കിട്ടുമ്പോൾ നോക്കിക്കോളാം. ലിൻസിക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ആർക്കും എന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് എന്തെങ്കിലും ആലോചിച്ച് വരണുണ്ടോ? അത് നിങ്ങൾ എന്നെ കെട്ടാൻ വരണുണ്ടോ? ഇല്ലല്ലോ. അറിയണ്ട. ഞാനിവനെ പരിചയപ്പെടുന്നതിന് മുന്നേ കുറച്ച് ബാഡ് ലൈവുകൾ, ആ ലൈവുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവിടെയൊക്കെ ഇവൻ ചെന്ന് അവരുമായിട്ട് ബാഡായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എന്നൊരു അലിഗേഷൻ ഉണ്ട്. അതിൽ ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കാരണം നീ എന്നോട് ചോദിച്ചിട്ടാണോ അതിൽ പോയി കമൻ്റ് ഇട്ടത്? അല്ല, അതിൽ എനിക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ കണ്ടുപിടിക്കണമെന്നുള്ളവർ കണ്ടുപിടിക്കുക, അത് അവരുടെ ആവശ്യമാണ്. മനസ്സിലായോ? എന്താണെങ്കിലും മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങൾ കണ്ടിടത്ത് പോയിട്ട് അനാവശ്യമായിട്ടുള്ള സെക്ഷൽ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയെ അത് ബാധിക്കും. അതിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല രീതിയിൽ നിങ്ങളത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ ട്രോളൻ മലയാളം എന്ന് പറയുന്ന ആ വ്യക്തി ആരോപണം പറഞ്ഞത് ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. എന്താണെങ്കിലും പബ്ലിക് ലൈവിൽ പറഞ്ഞിട്ടുള്ള കുത്തിത്തിരിപ്പേ ഉള്ളൂ. എന്താണെങ്കിലും ഈ ന്യൂ ഇയറിന് മുന്നേ, അത് കഴിഞ്ഞ വർഷം നവംബറിനാണ് ഈ ഒരു ലേഡിയായിട്ടുള്ള ചാറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അത് കോള് പോലും അതിന് മുന്നേ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ള കോളുകൾ പോലും അറ്റൻഡ് ആയിട്ടില്ല. കാരണം ഞാനത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ്. പബ്ലിക് ലൈവുകളിൽ നിന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സംസാരിച്ചില്ല എന്നുള്ളതാണ് ശരി തന്നെ. അത് ഞാനങ്ങ് സമ്മതിച്ചു. അതിന് കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. നിനക്ക് ഫാമിലി ഉണ്ടാക്കി തരലല്ലേ എൻ്റെ ജോലി. അത് നീ തന്നെ കണ്ടെത്തണം. മനസ്സിലായോ? അപ്പോൾ ഈ സംശയരോഗത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ, സംശയരോഗം വെച്ചുകൊണ്ട് അവനവൻ്റെ അഭിപ്രായം കൊണ്ട് വീട്ടിലിരുന്നാൽ മതി. പിന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നിൻ്റെ ഉമ്മ പഠിപ്പിച്ചതും നീ ഉമ്മയെ വിളിക്കുന്നതും ആയിട്ടുള്ള ചില ഭാഷകൾ അതെൻ്റെ അടുത്ത് വിളിക്കണ്ട.